4 റൗണ്ടൊക്കെ കാണിക്കുന്നത്. നോക്ക് ഇനി എലോടിയാ തെറ്റുണ്ട് എന്നുള്ള കാര്യത്തിലാ. റൈറ്റ് കേറിയിട്ട് മേൽപ്പാലം കേറിയിട്ട് പോവാനാ പറയുന്നത്. അത് ശരി, അങ്ങനെ കേറുക. അങ്ങനെ കേറിയിട്ട് അങ്ങനെ കേറിയിട്ട് മേലോട്ട് കയറാനാ പറയുന്നത്. മേൽപ്പാലം ഇത് കണ്ടോ, ഒരു റോഡ് വലത്തോട്ട് പോകുന്നുണ്ട്, ഒരു റോഡ് എടുത്തോട്ട്, അതിന്റെ നടുവ് കൂടി കയറണം എന്നാ പറയുന്നത്. ഡാമാട്ടോ അത്, 2 സൈഡിലും കെട്ടിയതാക്കിയിട്ട് റോഡും കാര്യങ്ങളും നല്ല വണ്ടിയൊക്കെ അവിടെ നിർത്താൻ പറ്റെങ്കിൽ തിക്കും തിരക്കും ആയിക്കോട്ടെ. അജാതി സ്ഥലം അത്. നിങ്ങൾ കാണുന്നില്ലേ, വീഡിയോ കാണുന്നുണ്ടല്ലേ, ചുറ്റും മലകൾ, നടുവ് കൂടിയ പാലം. അത് നമ്മളെ ഇടുക്കി ഡാമിൻ്റെ ഒരു മോഡലാട്ടോ എനിക്ക് തോന്നുന്നത്. ഫുള്ള് കൃഷി സ്ഥലങ്ങളാട്ടോ ഇവിടെ ഉള്ളത്. പഞ്ചാബികളെ കാണാൻ പ്രത്യേക ഒരു ലുക്ക് തന്നെ. പിന്നെ ഇവിടുന്ന് UP എന്നൊക്കെ വന്ന് കൂടിയാലൊക്കെ ഉണ്ട് കേട്ടോ. ഉത്തർപ്രദേശ് എന്നൊക്കെ വന്നോലാന്ന് അധികം ഉള്ളത്. ഉത്തർപ്രദേശ്, ആസാം, അവിടെ നിന്നൊക്കെ വന്നവരുണ്ട് കേട്ടോ. ഇവിടെ മിക്സഡ് ആണ്. അടിപൊളി മേൽപ്പാലാട്ടോ. നദികളും പുഴകളും ഡാമാകുമ്പോൾ മക്കളെ സൈഡിൽ സൂപ്പർ വ്യൂ, പച്ച കളർ വെള്ളം. ഡാമാട്ടോ ഇത്, ചെറിയൊരു ഡാമും കൂടിയത്. പിന്നെ വന്ന് പഞ്ചാബിലെത്തി കിട്ടോ. പഞ്ചാബിൽ നിന്ന് യാത്ര പോകാതെ നേരെ കുളുവിലേക്ക്. ആദ്യം ഹരിദ്വാറിലൊന്ന് കയറണം, അത് കഴിഞ്ഞിട്ട് നേരെ കുളുവിലേക്ക്. ഇപ്പൊ ഭയങ്കര ദൈവവിശ്വാസിയാട്ടോ. പ്രാർത്ഥനയൊക്കെ വെച്ച് കത്തിക്കൊക്കെ ചെയ്തു. മോനെ പുറത്ത് പോകുന്നുണ്ടോ കുറേ ആൾക്കാർ. അതുപോലെ എന്തോ ഒരു മെയിൻ ആൾക്കാർ, അതാണ് നീല തലപ്പാവും നീല ഡ്രസ്സൊക്കെ ഇട്ട ടീമാണ് പോകുന്നത്. ഇവിടെ ഈറ്റ പാലങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഫുള്ള് ഇരുമ്പിൻ്റെ പാല. പെട്ടെന്നൊന്നും പൊളിഞ്ഞു പോലും. എന്തായാലും ഒരു 100 കൊല്ലത്തേക്കൊന്നും ഒന്നും ആവില്ല. 100 ആയിരിക്കൂല, ചിലപ്പോൾ 500 കൊല്ലത്തേക്ക് തന്നെ ഒന്നും ആവില്ല പാലമൊന്നും. ജാതി പാലം അവിടെ ഉണ്ടാക്കിയേക്കുന്നത്. നമ്മളൊരു ഗുരുദ്വാരയിലേക്കാട്ടോ പോകുന്നത്. എന്തായാലും നല്ലൊരു സ്ഥലമാണെന്നാ പറഞ്ഞത് ഇവിടെയുള്ള ആൾക്കാർ, പഞ്ചാബിലുള്ള ആൾക്കാരെ. അത് മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണെന്നാ പറഞ്ഞത്. എന്തായാലും ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. വലിയ ഇരുമ്പിന്റെ പാലാട്ടോ. 2 സൈഡിലും അടിപൊളി അരുവി, നീല കളറുള്ള അരുവിയാട്ടോ ഉള്ളത്. ഇപ്പുറത്തെ സൈഡ് ഫുള്ള് കൃഷിയും കേട്ടോ. നല്ലോണം ജനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വരുന്നത്. നല്ല ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. ഫ്രണ്ടൊക്കെ കണ്ടോ, നമ്മളെ പള്ളിന്റെ കുബ്ബ പോലെ തന്നെ സംഭവം സെറ്റപ്പാണ്. ഇവിടെയുള്ള മാർക്കറ്റാട്ടോ. ഇവിടെ എന്തോ ഒരു പ്രാർത്ഥന കാര്യങ്ങളെന്തോ ഒന്നാണ്. സെറ്റപ്പ് കണ്ടോ, പയം കേടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്
വെള്ളം വെച്ചാണ്ടോ. കാല് കൈയിട്ടേ കയറാൻ പറ്റൂട്ടോ, നല്ലോണം കഴുകണം കാല്. आज रुकेगा. വലിയൊരു പള്ളി ഇതാട്ടോ അത്, ഓല മന്ദിരം പണി തന്നിട്ടോ. ഇതില് ലോറിക്കാർ തലങ്ങും വിലങ്ങും. എന്തൊരു കഥ നോക്കണം. തെറ്റി, വഴി തെറ്റി. മണാലിക്കുള്ള റോഡാട്ടോ അത്. മലകൾ തന്നെ കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങോട്ട് നോക്ക്, എന്താ മലകളൊക്കെ. നോക്ക് നോക്ക് നോക്ക്. കുത്തനുള്ള വളവും തീരവും കാര്യങ്ങളൊക്കെ കേട്ടോ. വരുന്നോലൊന്ന് സ്പീഡൊക്കെ കുറച്ച് പോവുക. വലിയ മല കട്ട് ചെയ്തിട്ട് ചെയ്താണ് മാർബിൾ കട്ട് ചെയ്യും പോലെ സ്റ്റെപ്പ് ആക്കി വെച്ചിട്ട്. അടുത്ത തുറക്കാൻ വന്നിട്ടോ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ടണൽ നമ്പർ 5. ഹിമാചലിലെ പോലീസുകാർക്ക് അന്തെന്ന് പറഞ്ഞ സാധനം ഒരു ബ്ലോക്ക് ഉണ്ടായാലും അതങ്ങനെ ഒഴിവാക്കാന്നെങ്കിലും നോക്കണ്ടേ. അതിനൊന്നും നോക്കുന്നില്ല. എന്തോ മൊബൈലിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നത്. ഗൂഗിൾ മാപ്പ് കറക്റ്റ് ബ്ലോക്ക് ഇല്ലാത്ത റോഡ് കാണിച്ചാൽ ഞാൻ അതിനോട് പോകാൻ നോക്കാം. പോലീസുകാർ പറയാം അല്ലല്ല നേരെ വിട്ടോ. നമ്മുടെ ബ്ലോക്ക് ഉള്ള മൊയന്തുകൾക്ക് ഓർമ്മല്ലേ. ആ മൊയന്തുകൾ പറഞ്ഞു തരണ്ടേ അവിടെ ബ്ലോക്കാണ് എന്നാൽ അതിനോട് പോടുന്ന്. അതിട്ട് അന്തം കെട്ടിയിട്ട് നിങ്ങളെ ഹിമാചലിലെ പോലീസുകാർ. കയറ്റം തുടങ്ങിയിട്ടോ. കയറി പോകുന്ന പരിപാടിയാണ്. ഇനി മലിൻ്റെ മുകളിലേക്ക് തന്നെ അതല്ല നമ്മൾ കയറുക. ചെറുങ്ങനെ സ്റ്റാർട്ടിങ് തുടങ്ങിക്ക്. എന്തായാലും നോക്കുക. 1.5 മണിക്കൂർ ബ്ലോക്കാണ്. 1.5 അല്ല 2 മണിക്കൂർ. 3:15 വന്നിട്ടിപ്പോൾ 4:45. അസാധ്യ ബ്ലോക്കാ. ഇങ്ങനെ ഉണ്ട് ഒരു വെറുപ്പിക്കല്. ആരും താക്കുന്നുമില്ല. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ എത്ര ആൾക്കാരുണ്ടാകും ബ്ലോക്ക് ഒഴിവാക്കാൻ. ഇവിടെ ആർക്കും ഒരു മൈൻഡും ഇല്ല. വെറുതെ പണിയെടുക്കുക, പൈസ വാങ്ങുക, അത്ര തന്നെ. നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ എന്റെ ഹിമാചൽ കണ്ടോ? ആ ഭംഗിയൊന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? യാ മോനെ, പോയന്റെ മുകളിൽ കൂടി പാലം. വാ അരെ വാ. വണ്ടി നിർത്താൻ പറ്റൂല. നിർത്താൻ പറ്റെങ്കിൽ ഇവിടെ നിർത്തിയിട്ടേ ഞാൻ പോവേനും. 2 സൈഡിലും എന്താ വ്യൂ. 2 സൈഡിലും മലകൾ, നടുവ് കൂടിയ റോഡ്. ഇതാട്ടോ 1 വേ ഉള്ള ടണലാട്ടോ അത്. ഹിമാചലിൽ മാണ്ടി എത്തുന്നതിൻ്റെ മുന്നേ ഉള്ള ടണല്. ഇത് 1 വേ ആണ്. 2 വരി പാത. അടുത്ത ടണൽ പിന്നെയും വരുന്നുണ്ട്.
ഹിമാചലിലെ മലകളാട്ടങ്ങളെ കാണുന്നത്. ഉള്ളി മലകളല്ലേ, കാണുമ്പോൾ മനസ്സിന് വരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരികയും ചെയ്ത് ഇറ്റാലൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര കേട്ടോ. ടണൽ 7 ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അടുത്ത ടണൽ കേട്ടോ. അത് ഫുള്ള് ടണൽ കൊണ്ടുള്ള കളിയാവണം. കൺവേ കൊണ്ട് സുഖം, ഓവർടേക്ക് ചെയ്തെങ്കിലും പോവാം. മറ്റേ അത് നടക്കൂല, വേക്കിൽ ഇങ്ങനെ വൈക്കി നിന്ന് പോകണം. ഞാൻ മോനെ ഹിമാചലിലേക്ക് പോകുമ്പോഴുള്ള ടണലാട്ടോ. ഒരു സൗണ്ടും ഇല്ല ടീഷുള്ളിൽ. ഒന്ന് ഓണടിച്ചു നോക്കാം. ലൈറ്റൊക്കെ ഇട്ട് പറക്കുക തന്നെ, പറക്കുക. ഈറ്റാലാന്നല്ലോ നമ്മളെ വയനാട്ടിൽ വരുന്നത്, പൊളിക്കുന്നാല്. ഇതൊക്കെ നമ്മൾ വീഡിയോസിൽ മാത്രമല്ലേ കാണലുള്ളൂ. കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പ് കാര്യങ്ങൾ. അതിനിടയ്ക്ക് ഞാൻ പോലീസ് പിടിച്ചിട്ടോ, ഷൂസ് ഇടാത്തതിന് 1000 റുപ്യ ഫൈന്, കൂളിങ് ഒട്ടിച്ചെന്ന് പറഞ്ഞിട്ട് അതിന് 5000 റുപ്യ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ ഒന്ന് ബ്ലോഗ് ചെയ്താൾട്ടേന്ന്. അന്നപ്പോൾ എന്നോട് പറഞ്ഞു പോയിക്കോന്ന്. നമ്മളോടാ കളി എങ്ക ജഗ. ഒരു സൈഡിൽ വലിയ മല, വലത്തെ സൈഡ് കൊക്ക, അഗാധമായ കൊക്ക. മറിഞ്ഞാൽ നോക്കണ്ട, പഠിച്ചെടുക്കാനുണ്ടാവും തോന്നുന്നില്ല. അജ്ജാതി കൊക്കാണ് വലത്തെ സൈഡിൽ, വലിയൊരു മലേ. ഇത് കണ്ടോ, വലിയ പാറ തുരന്നിട്ട് അതൊന്നും ചെയ്തിട്ടില്ല തോന്നിട്ടോ. തേപ്പും കാര്യങ്ങളും ഒന്നുമില്ല. അതൊക്കെ വലിയ പാറ തുറന്നിട്ട് ഗുഹ മോഡലാക്കി വെച്ചിട്ട് നല്ല രസമുണ്ട്. നല്ല രസമാണ് കാണാൻ. നിങ്ങൾ കാണുന്നുണ്ടോ? പിന്നെ നല്ല ദൂരം ഉണ്ട് കേട്ടോ, നല്ല ദൂരത്തിലത് ചെയ്ത്. ഞാൻ വിചാരിച്ചത് ഇപ്പം കൈ അയക്കുമെന്ന്. ഓണൊക്കെ അടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എക്കവും കാര്യങ്ങളും, ഉള്ളിൽ വെള്ളമൊക്കെ ഉണ്ട്. മുകളിൽ കൂടി എന്തോ വെള്ളത്തിൻ്റെ പൈപ്പിട്ടാൻ പോകുന്നുണ്ട് തോന്നുന്നു. നല്ല ദൂരവും കാര്യങ്ങളൊക്കെ ഉള്ള തന്നെ കാര്യമായിട്ട് തുരന്നൊക്കെ എന്തായാലും.